Hi students, good morning. Welcome to A Dream Classroom. Today we are discussing Unit 4, Done, The Sun Rising and Death Be Not Proud. ഈ രണ്ട് പോയംസ്, ഡണ്ണിൻ്റെ ഈ രണ്ട് പോയംസാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഡണ്ണിൻ്റെ കുറേ കാര്യങ്ങൾ, ജോൺ ഡണ്ണിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് യൂണിറ്റുകളിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. ഹീസ് മെയിൻലി നോൺ ആസ് മെറ്റാഫിസിക്കൽ പോയറ്റ് അല്ലേ. മെറ്റാഫിസിക്കൽ പോയറ്റായിട്ടാണ് എന്താ അദ്ദേഹത്തെ മെയിനായിട്ട് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഡൺസ് പോയറ്റിക് സെൻസിബിലിറ്റി. പോയറ്റിക് സെൻസിബിലിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഹ്യൂമൻ ഫാക്കൽറ്റി ഓഫ് ഗ്രാസ്പിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദി സറൗണ്ടിങ് റിയാലിറ്റി. എന്താണ് പോയറ്റിക് സെൻസിബിലിറ്റി? എന്താണ് ബൈ പോയറ്റിക് സെൻസിബിലിറ്റി വി മീൻ ദ ഹ്യൂമൻ ഫാക്കൽറ്റി ഓഫ് ഗ്രാസ്പിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് സറൗണ്ടിങ് റിയാലിറ്റീസ്. നമ്മുടെ ചുറ്റുമുള്ള റിയാലിറ്റീസിനെ പറ്റി ഇൻ്റർപ്രറ്റ് ചെയ്യും, അതേപോലെ അതിൻ്റെ ആ ഒരു ഗ്രാസ്പ് ചെയ്യുന്നതിൻ്റെ ഹ്യൂമൻ ഫാക്കൽറ്റീനെയാണ് എന്ത് പോയറ്റിക് സെൻസിബിലിറ്റി എന്ന് ഉള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. എന്താണ് ഹ്യൂമൻ, ഇറ്റ് മീൻസ് ഹ്യൂമൻ ഫാക്കൽറ്റി ഓഫ് ഗ്രാസ്പിംഗ്. ഹ്യൂമൻ്റെ ആ ഒരു ഫാക്കൽറ്റി കഴിവ് എന്താണ് ഓഫ് ഗ്രാസ്പിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് സറൗണ്ടിങ് റിയാലിറ്റി. സറൗണ്ടിങ് നമ്മളെ ചുറ്റുപാടുള്ള റിയാലിറ്റീസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതേപോലെ ഗ്രാസ്പ് ചെയ്യാനുള്ള ആ ഒരു ഹ്യൂമൻ ഫാക്കൽറ്റീനെയാണ് എന്ത് പോയറ്റിക് സെൻസിബിലിറ്റി എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് അല്ലേ. ഡെത്ത് ലെഫ്റ്റ് ആൻ ഇമ്പാക്റ്റ് ഓൺ ഹിസ് സൈക്കെ. അപ്പോൾ എന്താണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബയോഗ്രഫിയിൽ പറഞ്ഞു അല്ലേ. അദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചു, പിന്നെ 3 സിസ്റ്റേഴ്സ് മരിച്ചു, പിന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ മരിച്ചു. അപ്പോൾ എന്താണ് ആ ഒരു ഡെത്ത് എന്ന് പറയുന്നത് എന്താണ് ജോൺ ഡണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ എന്താണ് ഡെത്ത് ലെഫ്റ്റ് ആൻ ഇമ്പാക്റ്റ് ഓൺ ഹിസ് സൈക്കെ. അദ്ദേഹത്തിൻ്റെ സൈക്കയിലേക്ക് ഒരു ഇമ്പാക്റ്റ് ആയിട്ട് കാണിക്കുന്നത് എന്താണ് ഡെത്തിനെയാണ് അല്ലേ. ഡെത്താണ് ആ ഒരു ഇതിൽ അവശേഷിച്ച് നിൽക്കുന്ന ആ ഒരു കാര്യം, ലെഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യം. ഡെത്ത് ലെഫ്റ്റ് ആൻ ഇമ്പാക്റ്റ് ഓൺ ഹിസ് സൈക്കെ അല്ലേ. ഹിസ് പോയട്രി ഈസ് ടെസ്റ്റിമണി സ്ട്രെയിൻഡ് ആൻഡ് ട്രബിൾഡ് ഡീപ്പർ ലെയേഴ്സ് ഓഫ് ഹിസ് ഹേർട്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് പറഞ്ഞത് എന്താണ് ഒരു ടെസ്റ്റിമണിയാണ് അല്ലേ. എന്താണ് അദ്ദേഹത്തിൽ സ്ട്രെയിൻഡ് ആൻഡ് ട്രബിൾഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൃദയത്തിൻ്റെ ഡീപ്പർ ലെയേഴ്സിൽ അദ്ദേഹം എന്താണ് വളരെയധികം ട്രബിൾ ചെയ്യും, അതേപോലെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു ഡെത്താണ് അതിന് കാരണം. ഹിസ് പോയട്രി ഈസ് എ ടെസ്റ്റിമണി. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് പറഞ്ഞത് എന്താണ് ഒരു ടെസ്റ്റിമണി ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. ടു ദ ഫാക്ട് ദാറ്റ് ഹി വാസ്, അദ്ദേഹം എന്താണ് സ്ട്രെയിൻഡ് ആൻഡ് ട്രബിൾഡ് ഇൻ ദ ഡീപ്പർ ലെയേഴ്സ് ഓഫ് his hurt. In the fact, the language he used for poetic communication presented themes are the discernible in his similes, metaphors and ഐറണീസ് അല്ലേ. ഐറണിക്കലാണ് അദ്ദേഹം പോയംസ് ഒക്കെ എഴുതുന്നത്. മെറ്റഫറും സിമിലിയും ഐറണിയൊക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹം പോയട്രി എഴുതുന്നത് അല്ലേ. ഹിസ് പോയറ്റിക് അട്ടറൻസ് വേർ നോട്ട് അസേർട്ടീവ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ആയിട്ടുള്ള അട്ടറൻസ് എന്താണ് ഇറ്റ് ഈസ് വേർ നോട്ട് അസേർട്ടീവ്. എന്താണ് അതൊന്നും അദ്ദേഹത്തിൻ്റെ പോയറ്റിക് അട്ടറൻസ് എന്താണ് അസേർട്ടീവ് അല്ല അല്ലേ. ദേ റിഫ്ലക്റ്റഡ് എ ഡ്രാമ ഓഫ് പെയിൻ ആൻഡ് ആംഗ്വിഷ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയട്രി എന്ന് പറഞ്ഞത് എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എ ഡ്രാമ ഓഫ് പെയിൻ ആൻഡ് ആംഗ്വിഷ് അല്ല. അത് ഒരു വേദന, പെയിൻ എന്ന് പറഞ്ഞാലും ആംഗ്വിഷ് എന്ന് പറഞ്ഞാലൊക്കെ വേദനയാട്ടോ ഉദ്ദേശിക്കുന്നത്. പെയിൻ ആൻഡ് ആംഗ്വിഷ് ശരീരത്തിലുണ്ടാവുന്ന വേദനയും അതേപോലെ മനസ്സിൻ്റെ വേദനയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ. ദ പോയട്രി റിഫ്ലക്റ്റഡ് എ ഡ്രാമ ഓഫ് പെയിൻ ആൻഡ് ആംഗ്വിഷ് അല്ലേ. His poetic sensibility was shaped by the Anglican approach of the life affair in England. എന്താണ് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സെൻസിബിലിറ്റീസ് എന്താണ് was shaped as an Anglican approach to the life affairs in England. ഇംഗ്ലണ്ടിലെ ലൈഫ് അഫെയർസിൻ്റെ അപ്രോച്ച് അല്ല ആംഗ്ലിക്കൻ അപ്രോച്ചിനെയാണ് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സെൻസിബിലിറ്റി എന്താ ഷേപ്പ് ചെയ്യുന്ന കാര്യം എന്താണ് ദ ആംഗ്ലിക്കൻ അപ്രോച്ച് ഓഫ് ദ ലൈഫ് അഫെയർ. ആംഗ്ലിക്കൻ അപ്രോച്ച് ഇംഗ്ലണ്ടിലെ ലൈഫ് അഫെയർസിൻ്റെ ആംഗ്ലിക്കൻ അപ്രോച്ചിനെയാണ് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സെൻസിബിലിറ്റി ഷേപ്പ് ചെയ്തെടുക്കുന്ന കാര്യം അല്ലേ. ഹിസ് പോയറ്റിക് സെൻസിബിലിറ്റി വാസ് ഷേപ്ഡ് ആസ് ദ ആംഗ്ലിക്കൻ അപ്രോച്ച് ടു ദ ലൈഫ് അഫെയർസ് ഇൻ ഇംഗ്ലണ്ട്. ഇറ്റ് ഹാഡ് എ മിക്സ്ചർ ഓഫ് റേഷണാലിറ്റി, ഇൻഡിവിജ്വലിസം ആൻഡ് സെൻസ് ഓഫ് ഇനീഷ്യേറ്റീവ്. എന്താണ് ഈ ഒരു പോയറ്റിക് സെൻസിബിലിറ്റി, അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഹാഡ് എ മിക്സ്ചർ ഓഫ്. അപ്പോൾ എന്താണ് റാഷണാലിറ്റിയുടെയും
ഇൻഡിവിജ്വലിസത്തിൻ്റെയും അതേപോലെ സെൻസ് ഓഫ് ഇനീഷ്യേറ്റീവ് ഇത് തുടക്കം കുറിക്കുക അതിൻ്റെയൊക്കെ എന്താണ് ഒരു മിക്സ്ചറാണ് എന്ത് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇൻ്ററോഗേറ്റീവ് എലമെൻറ്റ്സ് ഇൻ പോയട്രി എന്താണ് അദ്ദേഹത്തിൻ്റെ പോയട്രികളിൽ എന്താണ് ഇൻ്ററോഗേറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുകൾ കാണാൻ, അതായത് ഒരു കാര്യത്തിൽ ഒരാൾ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുന്ന രീതിയിലുള്ള എലമെൻറ്റുകൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പോയട്രികളിൽ നമുക്ക് കാണാം കേട്ടോ. ആൻഡ് ദ സെൻസ് ഓഫ് ഡൗട്ട് എന്താണ് വേറെ എന്താണ് സെൻസ് ഓഫ് ഡൗട്ട് ഒരു സംശയം എന്നുള്ള രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളും അതേപോലെ ഇൻ്ററോഗേറ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റുകളും അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ കാണാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഇൻ്ററോഗേറ്റീവ് എലമെൻറ്റും അതേപോലെ സെൻസ് ഓഫ് ഡൗട്ട് അല്ലേ. ലെവിറ്റി ആൻഡ് ഡീപ്പ് കൺസേൺ ഫോർ ദ അൺഫോൾഡിങ് ട്രൂത്ത് വാസ് റൂട്ടഡ് ഇൻ കണ്ടംപററി തോട്ട്സ്. എന്താണ് ലെവിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ലഘുത്വം, അതാണ് ആ ഒരു ലഘുത്വമാണ് എന്താ ലെവിറ്റി. അതേപോലെ ആൻഡ് ഡീപ്പ് കൺസേൺ ഫോർ അൺഫോൾഡിങ് ട്രൂത്ത്, ആ ഒരു ട്രൂത്തിനെ അൺഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള കൺസേണും ലെവിറ്റിയും ഒക്കെ എന്താണ് വാസ് റൂട്ടഡ് ഇൻ ദ കണ്ടംപററി തോട്ട്. അതെന്താണ് ആ കണ്ടംപററി തോട്ടിൽ നിന്ന് റൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, വേരുറച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ലെവിറ്റി ആൻഡ് ഡീപ്പ് കൺസേൺ ഫോർ ദ അൺഫോൾഡിങ് ട്രൂത്ത് വാസ് റൂട്ടഡ് ഇൻ ദി കണ്ടംപററി തോട്ട്. ഇറ്റ് വാസ് ദ ആംഗ്ലിക്കൻ എസൻസ് ഓഫ് ഡൺസ് വേ ഓഫ് ഗ്രാസ്പിംഗ് ദ ട്രൂത്ത് ഓഫ് ഹിസ് ടൈം. എന്താണ് ഇതെന്താണ് ഈ ഒരു കാര്യം അല്ലേ, ലെവിറ്റിയും ഡീപ്പ് കൺസേൺ ഓഫ് ദ അൺഫോൾഡിങ് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാര്യമൊക്കെ എന്താണ് ഇറ്റ് വാസ് ദ ആംഗ്ലിക്കൻ എസൻസ് ഓഫ് ഡൺസ് വേ ഓഫ് ഗ്രാസ്പിംഗ് ദ ട്രൂത്ത് ഓഫ് ഹിസ് ടൈം. എന്താണ് ഇറ്റ് വാസ് ദ ആംഗ്ലിക്കൻ എസൻസ് അല്ലേ. ആംഗ്ലിക്കൻ എസൻസിൻ്റെ ആ ഒരു ഇറ്റ് വാസ് ദ ആംഗ്ലിക്കൻ എസൻസ് ഓഫ് ഡൺസ് വേ. ഡൺസ് അദ്ദേഹത്തിൻ്റെ ഡണ്ണിൻ്റെ വേയിലെ ഒരു ആംഗ്ലിക്കൻ എസൻസ് ആണ് എന്ത് ഓഫ് ഗ്രാസ്പിംഗ് ദ ട്രൂത്ത് ഓഫ് ഹിസ് ടൈം. അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ സത്യങ്ങളെ ഗ്രാസ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്, അതായത് പിടിച്ച് വലിച്ചെടുക്കുക എന്നുള്ളത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ആംഗ്ലിക്കൻ എസൻസിൻ്റെ ഒരു വേ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് വാസ് ദ ആംഗ്ലിക്കൻ എസൻസ് ഓഫ് ഡൺസ് വേ എന്നാണ് ആംഗ്ലിക്കൻ ഡണ്ണിൻ്റെ വേ വഴികളിലെ ഒരു ആംഗ്ലിക്കൻ എസൻസ് ആണ് എന്ത് ഗ്രാസ്പിംഗ് ദ ട്രൂത്ത് ഓഫ് ഹിസ് ടൈം. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ ട്രൂത്തുകൾ ഗ്രാസ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വേ ആണല്ലേ. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഒരു പോയറ്റിക് ഡണ്ണിൻ്റെ പോയറ്റിക് സെൻസിബിലിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പോയമാണ് ദ സൺ റൈസിംഗ് പറഞ്ഞിട്ടുള്ള ഒരു പോയം. ഇതെങ്ങനെയാണ് 3 സ്റ്റാൻസകളുള്ള ഒരു പോയമാണ് ദ സൺ റൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ക്യാരക്ടർ എന്താണ് സൺ റൈസിംഗ് എന്നാണ്. അപ്പം മെയിൻ ക്യാരക്ടർ സണ്ണും പോയറ്റും ആണ് അല്ലേ. അതിനെ എന്താണ് ലവേഴ്സ് ആയിട്ടും കൂടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ലവേഴ്സും അതേപോലെ സണ്ണും പോയറ്റും എന്നുള്ള രീതിയിലുള്ള ഇൻ്ററാക്ഷൻസ് പോലെയാണ് ഈ ഒരു പോയം ഡൺ എഴുതിയിട്ടുള്ളത് അല്ലേ. ഇതും ഒരു മെറ്റാഫിസിക്കൽ പോയട്രിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പോയമാണ് ദ സൺ റൈസിംഗ് എന്ന് പറയുന്നത്. ഇതിലെന്താണ് ദ സൺ റൈസിംഗ് എന്ന് പറഞ്ഞ പോയം എന്താണ് ഇറ്റ് ഈസ് സിംപ്ലർ പോയം. എന്താണ് അദ്ദേഹത്തിൻ്റെ ഡണ്ണിൻ്റെ പോയംസുകളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ് എന്ത് ദ സൺ റൈസിംഗ് എന്ന് പറഞ്ഞത് അല്ലേ. യൂസ്ഡ് ദ മോഡ് ഓഫ് എ മോണോലോഗ്. എന്താണ് ഒരു മോണോലോഗ് പോലെയാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് അല്ലേ. സ്പീക്കർ ഈസ് ദ പോയറ്റ്. എന്താണ് ഇതിലെ സ്പീക്കർ എന്ന് പറഞ്ഞത് ആരാണ് പോയറ്റ്. മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞത് തന്നെ പോയറ്റ് ആണ് അല്ലേ. ദ വൺ അഡ്രസ്ഡ് ഈസ് ദ സൺ. എന്താണ് പോയറ്റ് ഒരാളെ ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അതാരാണ് സണ്ണാണ് അല്ലേ, അതായത് സൂര്യനാണ് ഇതിൽ അവരെ അഡ്രസ്സ് ചെയ്യുന്നത്. പോയറ്റ് അഡ്രസ്സ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞത് ആരാണ് സണ്ണാണ് അല്ലേ. ദ റൂൾസ് ആൻഡ് ലോസ് ഓഫ് ദ നേച്ചർ ആൻഡ് റാഷണൽ ബേസിസ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ ബേസിസിലാണ് എന്ത് ആ ഒരു നേച്ചറിൻ്റെയും റാഷണലിസത്തിൻ്റെ ഒക്കെ റൂട്ട്സും ലോസും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഇതിൽ മെയിനായിട്ട് 2 പീപ്പിൾ ഉണ്ട് അല്ലേ. 2 പീപ്പിൾ ഇൻ ദിസ് പോയം ദ ലവർ ആൻഡ് ദ ബിലൗഡ്. എന്താണ് സണ്ണും സ്പീക്കറും അതേപോലെ എന്താണ് ലവറും ബിലൗഡാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു ബ്ലൈൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നമ്മുടെ പോയത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലൈൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് എന്തിനാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്? അത് ഒരു ഹൈപ്പർബോൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഹൈപ്പർബോൾ എന്ന് പറഞ്ഞത് എന്താണ് എക്സാജറേറ്റ്, അതായത് നമ്മൾ ആ വേർഡ്സിനെയും ഫ്രേസിനെയും എക്സാജറേറ്റ് ചെയ്യാൻ, അതും ഒന്നും കൂടി അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ കൂടുതൽ പെരുപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈപ്പർബോൾ കേട്ടോ. ആ ഒരു കാര്യത്തിന് ഒന്നും കൂടെ
പെരുപ്പിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വേർഡിനെ അല്ലെങ്കിൽ ഫ്രേസിനെയാണ് എന്ത് ഹൈപ്പർബോൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലൈൻഡഡ് ആണ് ഇതിൽ പോയത്തിൽ ഹൈപ്പർബോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്താണ്, എങ്ങനെയാണ്? എക്സാജറേറ്റഡ് യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസ് ദ ലവേഴ്സ് ബിലൗഡ്സ് ആയ. അപ്പം എന്താണ്, ആ ഒരു ബിലൗഡിൻ്റെ കണ്ണുകൾ എന്താണ് ആ ഒരു ഹൈപ്പർബോൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതല്ലേ. ഇറ്റ് മേക്ക് എക്സ്ട്രാ ഓർഡിനറി. ഈ ഒരു ബ്ലൈൻഡർ എന്നുള്ള വേർഡ്, അതായത് എക്സാജറേറ്റ് ചെയ്തിട്ട് ആ ഒരു വേർഡിനെ അവർ പോയറ്റ് എക്സാജറേറ്റ് ചെയ്യണമല്ലോ. അപ്പം എന്തിനായിട്ട് നമ്മുടെ പോയറ്റിൻ്റെ അതല്ലെങ്കിൽ ആ ബിലൗഡിൻ്റെ സ്നേഹിക്കുന്ന ആളുടെ കണ്ണുമായിട്ട് സാമ്യപ്പെടുത്താണ് അല്ലേ. ആ ഒരു സാമ്യപ്പെടുത്തൽ എന്താണ്? ഇറ്റ് മേക്സ് എക്സ്ട്രാ ഓർഡിനറി. ഇതെന്താണ്, അതിനെ ഒരു ഒന്നും കൂടി എക്സ്ട്രാ ഓർഡിനറി ആക്കുകയാണ് അല്ലേ. ദ ഒബ്ജക്റ്റ് ഓഫ് whereas the speaker and the lover are one. അപ്പം എന്താണ്, സ്പീക്കറും ലവറും എന്ന് പറഞ്ഞത് ഒരാളാണ് അല്ലേ. സ്പീക്കർ ആൻഡ് ലവർ ആർ വൺ. സ്പീക്കറും ലവറും ഒരാളാണ്. അതായത് ബിലവ്ഡാണ് മറ്റേ നെക്സ്റ്റ് പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ദ ഒബ്ജക്റ്റ് ഓഫ് ദെയർ ലവ് ഈസ് എ വിമൺ. അവരുടെ ആ ഒരു ഒബ്ജക്റ്റ് ഓഫ് ലവ് എന്ന് പറയുന്നത് എന്താണ്? പ്രണയത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ് വസ്തുവായിട്ട് കണക്കാക്കുന്നത് എന്തിനാണ്? സ്ത്രീയാണ്. വിമൺ, എ ബ്യൂട്ടിഫുൾ പേഴ്സൺ, നല്ല ഭംഗിയുള്ള ഒരു പേഴ്സൺ വിത്ത് ഐസ് സോ ഷൈനിങ് ദേ ഹാവ് പവർ ഇനഫ് ടു റെൻഡർ ദ സൺ ബ്ലൈൻഡഡ്. ഉണ്ടോ, ബ്ലൈൻഡഡ് എന്നുള്ള ആ ഒരു വേർഡ് ഇതിൽ നമുക്ക് കാണാം അല്ലേ. അപ്പം എന്താണ്, ഇറ്റ് ഈസ് എ ഹൈപ്പർബോൾ. ഇതാണ് ഇതെല്ലാം ഹൈപ്പർബോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. എവിടെയാണ്? സ്പീക്കറാണ്. സ്പീക്കർ അപ്പോൾ അവരുടെ ഒബ്ജക്റ്റ് ഓഫ് ലവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഷൈനിങ് ആയിട്ടുള്ള കണ്ണുകളുള്ള ഒരു ബ്യൂട്ടിഫുൾ വിമണിനെയാണ് ഒബ്ജക്റ്റ് ഓഫ് ലവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പം എന്താണ്, ആ ഒരു കണ്ണുകൾ എങ്ങനെയാണ്? ഷൈനിങ്. ദേ ഹാവ് പവർ ഇനഫ് ടു റെൻഡർ ദ സൺ. സണ്ണിനെ റെൻഡർ ചെയ്യാനുള്ള പവർ ആ ഒരു ഷൈനിങ് ആയിട്ടുള്ള കണ്ണിനുണ്ട് എന്നാണ് പോയിറ്റ് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് ബ്ലൈൻഡഡ് ആയിട്ട് സൺ ബ്ലൈൻഡഡ്. ഇറ്റ് ഈസ് എ ഹൈപ്പർബോൾ, എൻ എക്സാജറേറ്റഡ് യൂസ് ഓഫ് വേർഡ്സ് ടു ഫ്രേസ് ദ ബിലൗഡ്സ് ഐ. ബിലൗഡിൻ്റെ കണ്ണിനെ ഫ്രേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സാജറേറ്റ് ആയിട്ടുള്ള വേർഡാണ് കേട്ടോ ഇത് ബ്ലൈൻഡഡ് എന്ന് പറഞ്ഞത്. So we have two statements over emphasizing the lover's stance of expressing feelings. എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. എന്താ, നമ്മുടെ ലവറിൻ്റെ സ്റ്റാൻസസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? ദ ലവർ അഡ്രസ്സിങ് ദ സൺ. എന്താണ്, ലവർ എന്താണ് അഡ്രസ്സ് ചെയ്യുന്നത്? സണ്ണിനെയാണ്. ആൻഡ് ദ ബിലൗഡ് ഹൂ ഈസ് മോർ പവർഫുൾ ദാൻ സൺ. ഇവിടെ എന്താണ്, ബിലൗഡ് എന്ന് പറയുന്നത് സണ്ണിനേക്കാൾ എന്താണ് പവർഫുൾ ആണെന്നാണ് പോയിട്ട് പറഞ്ഞത്. ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ലവർ അഡ്രസ്സ് ചെയ്യുന്നത് സണ്ണിനെ, അഡ്രസ്സിങ് ദ സൺ, സണ്ണിനെ അഡ്രസ്സ് ചെയ്യാണ് പോയറ്റ്. ലവർ അല്ലെങ്കിൽ സ്പീക്കർ പോയറ്റ്. അപ്പോൾ ഇദ്ദേഹം സണ്ണിനെ അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ എന്താണ്, ആ ഒരു ആൻഡ് ദ ബിലൗഡ് എങ്ങനെയാണ്? ഹു ഈസ് മോർ പവർഫുൾ ദാൻ സൺ. സണ്ണിനേക്കാളും ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ആര്? സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൂര്യനേക്കാൾ പവർഫുൾ ആണ് എന്ത്? ബിലൗഡ് എന്നാണ് കവി പറയുന്നത് അല്ലേ. ദിസ് സെറ്റ് ദ പോയം അപ്പാർട്ട്, മേക്ക് ഇറ്റ് എക്സ്ട്രാ ഓർഡിനറി. അപ്പോൾ എന്താണ്, ഇതാണ് ആ ഒരു എക്സ്ട്രാ ഓർഡിനറി, പോയത്തിന് ഒരു എക്സ്ട്രാ ഓർഡിനറി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഫ്രേസ് എന്ന് പറയുന്നത് അല്ലേ. പോയം എന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള തരത്തിലുള്ള പോയമാണല്ലേ. ഇതെന്താണ്? ദർ ഈസ് ടു മച്ച് ഓഫ് ലെവിറ്റി ആൻഡ് എക്സസീവ് ഹേർട്ടഡ്നെസ്. എന്താണ് ഇവിടെ? എന്താണ്, സോറി കേട്ടോ. ദ പോയം ഈസ് മെറ്റാഫിസിക്കൽ ബിയോണ്ട് ദ റീച്ച് ഓഫ് എർത്ത്ലി ലോജിക്. മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞത് എന്താ തന്നെ എന്താണ്, നമ്മുടെ ആ ഒരു ബിയോണ്ട് എന്നുള്ള ഒരു അതിനും അപ്പുറം എന്നുള്ള ഒരു രീതിയിലാണ് മെറ്റാഫിസിക്കൽ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണ്, ഇവിടെ പോയം എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ ആണല്ലേ. മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള തരത്തിലുള്ള പോയമാണ്. മെറ്റാഫിസിക്കൽ പോയറ്റും പോയട്രിയൊക്കെ ഞാൻ നേരത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബിയോണ്ട് ദ റീച്ച് ഓഫ് എർത്ത്ലി ലോജിക്. നമ്മളെ ഈ ഭൂമിപരമായിട്ടുള്ള ലോജിക്കിനും അപ്പുറത്തിലേക്ക് എത്താൻ കഴിയുന്ന എന്താണ്, അതിനും അപ്പുറം ഉള്ളതാണ് എന്ത്, ഈ ഒരു മെറ്റാഫിസിക്കൽ എന്നുള്ള ബിയോണ്ട് ദ റീച്ച് ഓഫ് എർത്ത്ലി ലോജിക്കിനും അപ്പുറം എത്താൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മെറ്റാഫിസിക്കൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇവിടെ എന്താണ്, സണ്ണിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഹ്യൂമൻ പോലെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സണ്ണിനേക്കാൾ പവറാണ് ബിലൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറം എന്നുള്ള ദ റീച്ച് ഓഫ് എർത്ത്ലി ലോജിക്കിനും അപ്പുറം എത്താൻ കഴിയുന്ന തരത്തിലുള്ളതാണ് ഈ പോയം എന്നാണ് പറയുന്നത് അല്ലേ.
blend of serious and non-serious, make sense and does not make sense. ഈ ഒരു പോയം പറഞ്ഞത് എന്താണ്? ബ്ലെൻഡ് ഓഫ് സെൻസ് ആൻഡ് സീരിയസ് ആൻഡ് നോൺ സീരിയസ്. സീരിയസും ആണ് എന്നാലും എന്താണ് അത്ര സീരിയസും അല്ലാത്തതുമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ബ്ലെൻഡാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള തരത്തിലുള്ളതാണ്. സീരിയസും നോൺ സീരിയസും ആയിട്ടുള്ള എലമെൻറ്റുകൾ നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ബ്ലെൻഡാണ് ഈ ഒരു പോയം എന്ന് പറഞ്ഞത് അല്ലേ. ആൻഡ് മേക്ക് സെൻസ്, ചില ഭാഗങ്ങൾ എന്താണ് നമുക്ക് സെൻസ് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ് അല്ലേ. ചില ഭാഗങ്ങളോ ഡസ് നോട്ട് മേക്ക് സെൻസ്, ചില ഭാഗങ്ങൾ വരുമ്പോൾ ഡസ് നോട്ട് മേക്സ്. അപ്പോൾ ഒരു ബ്ലെൻഡ് ഓഫ് സീരിയസ് ആൻഡ് നോൺ സീരിയസ്, സീരിയസും നോൺ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിൻ്റെ ബ്ലെൻഡുമാണ്. അതേപോലെ മേക്ക് സെൻസ് ആൻഡ് ഡസ് നോട്ട് മേക്ക് സെൻസ്, ഇതിനൊക്കെ ഒരു ബ്ലെൻഡിങ് ആണ് ഈ ഒരു സൺ റൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം പറഞ്ഞത് അല്ലേ. ഈ പോയം എങ്ങനെയാണ്? 3 സെപ്പറേറ്റ് പാർട്ടുകൾ, അതായത് 3 സ്റ്റാൻസാസുകളാണ് ഈ ഒരു പോയത്തിലുള്ളത് അല്ലേ. ഫസ്റ്റിൽ എന്താണ്? ഇറ്റ് ഡിഫൈൻ ദ ബിഹേവിയർ ഓഫ് സൺ. എന്താണ്? കോൾഡ് ബിസി ഓൾഡ് ഫൂൾ. അതായത് നമ്മളെ പോയം തുടങ്ങുന്നത് തന്നെ എന്താണ്? സണ്ണിനെ ഒരു ബിസി ഓൾഡ് ഫൂൾ, അൺട്രൂലി സൺ, അങ്ങനെയാണ് ഈ പോയം തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ എന്താണ് മെയിനായിട്ട് 3 സെപ്പറേറ്റ് പാർട്ടുകളാണ് ഈ പോയത്തിലുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ദ ബിഹേവിയർ ഓഫ് സൺ, അതായത് സൂര്യൻ്റെ ബിഹേവിയറിനെ, സൂര്യൻ്റെ സ്വഭാവത്തെ ഡിഫൈൻ ചെയ്യാനല്ലേ. അപ്പോൾ എന്താണ് പോയറ്റ് എങ്ങനെയാണ് സൂര്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്? എന്താണ്? ബിസി ഓൾഡ് ഫൂൾ, അതായത് തിരക്ക് പിടിച്ച പഴയ ഒരു വിഡ്ഢി എന്നുള്ള രീതിയിലാണ് എന്ത് സൂര്യനെ വിളിക്കുന്നത് അല്ലേ. ഇൻ്റർഫിയറിങ് ഇൻ അഫെയർസ് ഇൻ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ എന്താണ് സൂര്യൻ എന്ന് പറയുന്നത്? എന്താണ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അഫെയർസുകൾ, അവരുടെ ആ ഒരു അഫെയറുകളിൽ എന്താണ് ഇൻ്റർഫിയർ ചെയ്യാണ് അല്ലേ. ദ സൺ എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ടൈഡ് ഇൻ ലവ്. എന്താണ് സൺ എന്ന് പറയുന്നത്? എന്താണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു ലവിൽ ടൈ ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ അതിൽ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളവരോട് എന്താണ് സൺ എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുകയാണ് അല്ലേ. സൺ എഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ടൈഡ് ഇൻ ലവ്, ലവിൽ ടൈ അപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ബന്ധിച്ചിട്ടുള്ള ഇൻഡിവിജ്വൽസിനുള്ള അവരുടെ ആ ഒരു ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സണ്ണ് പ്രവർത്തിക്കുന്നത്, സൂര്യൻ പ്രവർത്തിക്കുന്നത് അല്ലേ. ഇറ്റ് ഡിസ്റ്റർബ് ദ ലവേഴ്സ്, അതെന്താണ് ലവേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാണ്. The poem set 3 parts, each capturing the distinct phase. എന്താണ് ഓരോ 3 പാർട്ടായിട്ടാണ് അല്ലേ. അപ്പോൾ ഓരോ പാർട്ടുകളും ക്യാപ്ചർ ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസുകളാണ്. ദ ഫസ്റ്റ് ഡിഫൈൻ ദ ബിഹേവിയർ ഓഫ് സൺ which is called busy old fool. The expression may be interpreted broadly as interfering in affairs of human. അപ്പോൾ ഇതിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ്? ഹ്യൂമൻ അഫെയർസിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന തരത്തിലാണ് അല്ലേ. ദിസ് ഈസ് എൻ ആക്ട് ഓഫ് ഇൻസെൻസിറ്റിവിറ്റി ഓൺ ദ പാർട്ട് ഓഫ് ദ സൺ. അപ്പോൾ എന്താണ് ഇതെന്ന് പറയുന്നത്? എന്താണ് അതായത് ഹ്യൂമൻ അഫെയർസിൽ ഇൻ്റർഫിയർ ചെയ്യാണ്, ഇടപെടുകയാണല്ലേ. അപ്പോൾ അതെന്താണ് ഇതെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ഇൻസെൻസിറ്റിവിറ്റി ഓൺ ദ പാർട്ട് ഓഫ് സൺ. സണ്ണിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താണ് ഒരു ആക്ട് ഓഫ് ഇൻസെൻസിറ്റിവിറ്റിയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് അല്ലേ. ദ പോയറ്റ് ലവർ സേസ് ദ പോയറ്റ് ലവർ. അപ്പോൾ എന്താണ് പോയറ്റ് ലവർ? അതായത് ലവർ അല്ലെങ്കിൽ പോയറ്റ് പറയുകയാണ് അല്ലേ. ഇത് എന്താണ് സൂര്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട് ആണെന്നാണ് പോയറ്റ് പറയുന്നത്. യെറ്റ് മോർ ഇറ്റ് പ്ലേസ് സൺ അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ടൈഡ് ഇൻ ലവ്. ലവിൽ ടൈ ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എന്താണ് അദ്ദേഹം സൂര്യന് എഗെയിൻസ്റ്റ് ആണല്ലേ. For the lover, as for done perhaps, it disturbed the 2 lovers spending time in coziness of the curtained room, protected from the public gaze. പബ്ലിക് ഗേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കർട്ടൈനുള്ള റൂമിൽ അവർ രണ്ടുപേരും ടൈം സ്പെൻഡ് ചെയ്യാണ് അല്ലേ ലവേഴ്സ്. ജനറലി ഹ്യൂമൻ ഹാവ് ദ റൈറ്റ് നോട്ട് ടു ബി ഡിക്റ്റേറ്റ് ടു in the personal matters by any external force of agency. Specifically, the lover would prefer undisturbed environs ഫോർ സ്പെൻഡിങ് ടൈം. എന്താണ് മെയിനായിട്ട് നമ്മൾ ലവേഴ്സ് എങ്ങനെയാണ് ഒരു ഡിസ്റ്റർബിങ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്താണ് അവർ ആ ഒരു അൺഡിസ്റ്റർബ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാണ് അല്ലേ. ഇറ്റ് ഈസ് ബിക്കോസ് in the beginning of the 7th century when the poem was composed, nothing seemed better than love. എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് പ്രണയത്തെക്കാൾ ബെറ്റർ ആയിട്ടൊന്നുമില്ല എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. Donne has made a telling comment on the affairs of the world, something that would have ruffled a few feathers. This means that
വിത്ത് ദ ഡെത്ത് ഓഫ് ക്യൂൻ എലിസബത്ത് ഇൻ 1603 ക്യൂൻ എലിസബത്ത് മരിച്ചു എന്ന് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇംഗ്ലീഷ് സൊസൈറ്റി ഹാസ് ബിക്കം ടോപ്സി ടർവി ഡിഫിക്കൽട്ട് ടു ബ്രോഡ് ബാക്ക് ഓൺ ദ റെയിൽസ്. അപ്പോൾ എന്താണ് അത് ക്യൂൻ എലിസബത്തിൻ്റെ മരണശേഷം കുറേ പ്രശ്നങ്ങൾ ഇംഗ്ലണ്ടിൽ നേരിടേണ്ടി വന്നു അല്ലേ, കുറേയേറെ മാറ്റങ്ങളൊക്കെ വന്നു. In the last decade of 16th century, religious faith an important aspect of life in the England of time. അപ്പോൾ എന്താണ് റിലീജിയസ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണല്ലേ. റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞത് എന്താണ് ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് എന്ത് റിലീജിയസ് ഫെയ്ത്ത്. ഡൺ സെറ്റ്സ് ദ ബോണ്ടിങ് ബിറ്റ്വീൻ ദ ലവേഴ്സ്. ഡൺ എന്താണ് ആ ഒരു ലവേഴ്സിൻ്റെ ബോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ് ഈ പോയത്തിലൂടെ അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഡ്രോൺ ബിറ്റ്വീൻ സീസൺ ഓഫ് നേച്ചർ ആൻഡ് സീസൺ ഓഫ് ലവേഴ്സ് അല്ലേ. അപ്പം എന്താണ് ഈ ഒരു പാർട്ട് 2 എന്താണ് സീസൺ ഓഫ് നേച്ചറിൻ്റെ സീസണും അതേപോലെ ലവേഴ്സിൻ്റെ സീസണേയും പറ്റിയാണ് പറയുന്നത് അല്ലേ. ഡ്രോൺ ബിറ്റ്വീൻ സീസൺ ഓഫ് നേച്ചർ ആൻഡ് സീസൺ ഓഫ് ലവേഴ്സിൻ്റെ സീസണിൻ്റെയും സീസൺ ഓഫ് നേച്ചറിനെയും പറ്റിയുള്ള കാര്യങ്ങളാണ് പാർട്ട് 2 പറയുന്നത് അല്ലേ. സമ്മർ ഓട്ടം ആൻഡ് വിൻ്റർ ആർ ഗവേൺഡ് ബൈ സൺ. അപ്പം എന്താണ് സമ്മറും ഓട്ടവും ഓട്ടം സീസണും വിൻ്റർ സീസണും ഒക്കെ എന്താണ് ഗവേൺ ചെയ്യുന്നത് ആരിലൂടെയാണ് സണ്ണിലൂടെയാണ് അല്ലേ. ഗവേൺഡ് ബൈ സൺ. ദ ലവർ സീസൺ ഈസ് ഡ്രിവൺ ബൈ പാഷൻ. അപ്പം എന്താണ് ഈ നാച്ചുറൽ സീസൺസ് ആയിട്ടുള്ള സമ്മർ ഓട്ടം അതേപോലെ വിൻ്റർ ഒക്കെ എന്താണ് ഗവേൺ ചെയ്യുന്നത് സണ്ണിലൂടെയാണ് അല്ലേ. പക്ഷേ എന്താണ് ലവേഴ്സിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഈസ് ഡ്രിവൺ ബൈ പാഷനിലാണ് അത് ഡ്രിവൺ ചെയ്തിട്ടുള്ളത്. ലവേഴ്സിൻ്റെ സീസൺ എന്ന് പറയുന്നത് പാഷനിലാണ്. നേച്ചറിൻ്റെ സീസൺ ഗവേൺ ചെയ്യുന്നത് ബൈ സൺ അല്ലേ. ഫൂൾ, ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു പോയറ്റ് സണ്ണിന് അതായത് സൂര്യനെ ഫൂളായിട്ട് അതേപോലെ എന്താണ് ബ്യൂസി ഓൾഡ് ഫൂളായിട്ടാണ് വിളിക്കുന്നത് അല്ലേ, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഫൂൾ അതായത് സൺ മാനേജിങ് ദ സെൻസ്ലെസ് അഫെയർ ഓഫ് നേച്ചർ. അപ്പം എന്താണ് സണ്ണ് അതായത് ഫുള്ളായിട്ടുള്ള ആ ഒരു സണ്ണ് എന്താണ് ആ ഒരു നേച്ചറിൻ്റെ സെൻസ് ഇല്ലാത്ത അഫെയർസിനെ ബിസി ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരല്ലേ സണ്ണല്ലേ. അപ്പം എന്താണ് ഫുൾ മാനേജിങ് ദ സെൻസ്ലെസ് അഫെയർ ഓഫ് ദി നേച്ചർ. ഇൻ ആങ്കർ പോയറ്റ് കോൾസ് സൺ സോസി പെഡാൻറ്റിക് വ്രറ്റ്. അപ്പം എന്താണ് ദേഷ്യത്തിൽ എന്താണ് പോയറ്റ് സണ്ണിനെ വിളിക്കുകയാണ് സോസി പെഡാൻറ്റിക് വ്രറ്റ് എന്ന് അല്ലേ. സ്പീക്കർ മോക്സ് ദ പവർ ഓഫ് ദ സൺസ് ബീം, സേസ് he could darken them by closing his eyes, but he didn't do it because he does not want to lose sight of his beloved. അപ്പം എന്താണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻഡ്സയിൽ സ്പീക്കർ എന്താണ് ആ ഒരു സണ്ണിൻ്റെ ആ ഒരു ബീം സണ്ണിൻ്റെ ആ കിരണങ്ങളെ എന്താ അതിൻ്റെ ആ പവറിനെ എന്താണ് മോക്ക് ചെയ്യണം, അതായത് കളിയാക്കുകയാണ് അല്ലേ. ദൈ ബീംസ് ഓർ റിവറൻറ്റ് ആൻഡ് സ്ട്രോങ്, ദൈ ഷുഡിസ്റ്റ് ദോ മൂവ്സ്, വൈ ഷുഡസ്റ്റ് ദോ തിങ്ക് ഐ കുഡ് എക്ലിപ്സ് ആൻഡ് കുഡ് ദം വിത്ത് എ വിങ്ക്, ബട്ട് ദാറ്റ് ഐ വുഡ് നോട്ട് ലോസ് ഹെർ സൈറ്റ് സോ ലോങ്. If her eyes have no blinded thine, look, and tomorrow late tell me whether both the Indias of spices and minds be where thou left'st them, or be here with me. Ask me for those kings whom thou saw'st yesterday, and thou shalt all hear in വൺ ബെഡ് ലേ. അപ്പം എന്താണ് ഇതിൽ കണ്ടില്ലേ ആ ഒരു സണ്ണിൻ്റെ സൂര്യൻ്റെ ആ ഒരു ബീം കിരണങ്ങളെ മോക്ക് ചെയ്യാണ് ആര് പോയറ്റല്ലേ. ഇവിടെതാ ബീംസ് സോ റെവറൻറ്റ് ആൻഡ് സ്ട്രോങ്. അപ്പം എന്താണ് ബീം എന്ന് പറഞ്ഞത് വളരെ റെവറൻറ്റും അതേപോലെ സ്ട്രോങ് ആണ് അല്ലേ.
മോക്ക് സൺസ് ബീം സേസ് ഹി കുഡ് ഡാർക്കൺ ദം ബൈ ക്ലോസിങ്. അപ്പം എന്താണ് ആ ഒരു ബീമുകളെ എന്താണ് ആ കണ്ണുകൾ ക്ലോസ് ചെയ്തിട്ട് എന്താണ് അതിനെ ഡാർക്കൺ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എന്താണ് ഹി കുഡ് നോട്ട് ഡാർക്കൻ ദം ബൈ ക്ലോസിങ് ഹിസ് ഐസ് അല്ലേ. ബട്ട് ഹി ഡിഡിൻ ഡു. അപ്പം എന്താണ് അദ്ദേഹത്തിന് എന്താണ് ആ കണ്ണുകൾ അടച്ചാൽ ആ ഒരു കാര്യങ്ങളെ ഡാർക്കൺ ചെയ്യല്ല. ആ ഒരു ബീം സൂര്യൻ എന്ന് പറഞ്ഞ ബീമിനെ ഡാർക്കൺ ചെയ്യാൻ എന്താണ് കണ്ണടച്ചാൽ മതി. പക്ഷെ എന്താണ് അദ്ദേഹം അത് ചെയ്യുന്നില്ല അല്ലേ. ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ലോസ് ദ സൈറ്റ് ഓഫ് ഹിസ് ബിലൗഡ്. അപ്പം എന്താണ് ബിലൗഡിൻ്റെ ആ ഒരു സൈറ്റ്, ബിലൗഡിനെ നമ്മൾ ആ ഒരു ബിലൗഡിലേക്കുള്ള ആ ഒരു സൈറ്റ് എല്ലാതാക്കാൻ എന്താ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് വാണ്ട് ടു ലോസ് സൈറ്റ് ഓഫ് ഹിസ് ബിലൗഡ്. മെറ്റാഫിസിക്കലി റെപ്രസെൻറ്റിങ് ഹിസ് ബിലൗഡ് ആസ് എൻറ്റയർ വേൾഡ്. എന്താണ് മെറ്റാഫിസിക്കലി ആയിട്ട് പറയുമ്പോൾ എന്താണ് അത് ബിയോണ്ട്. മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പം മെറ്റാഫിസിക്കലി ആയിട്ട് ഈ പോയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹിസ് ബിലൗഡ് ആസ് ദ എൻറ്റയർ. അപ്പം എന്താണ് ബിലൗഡിനെ ഒരു എൻറ്റയർ വേൾഡ് ആയിട്ടാണ് ആര് പോയറ്റ് ഈ പോയത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. മെറ്റാഫിസിക്കലി റെപ്രസെന്റിങ് ഹിസ് ബിലൗഡ് ആസ് ദ എൻറ്റയർ വേൾഡ്. Two lovers are contrasted with the many kings controlling separate parts of the earth. എന്താണ് ഈ ഒരു രണ്ട് ലവേഴ്സ്, ടു ലവേഴ്സ് ആർ കോൺട്രാസ്റ്റഡ് വിത്ത് മെനി കിങ്സ്. പല രാജാക്കന്മാരുമായിട്ട് ഈ രണ്ട് ലവേഴ്സിനെ എന്താണ് കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ്. ആൻഡ് ദ കൺട്രോളിങ് സെപ്പറേറ്റ് പാർട്ട് ഓഫ് ദ ഓരോരോ സെപ്പറേറ്റ് പാർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന കിങ്ങുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യാണ് എന്ത് ഈ ഒരു രണ്ട് ലവേഴ്സിന് അല്ലേ. ഫോർ പോയറ്റ് ഓൾ ബൗണ്ടീസ് ആർ നിയർ ദ മെഷർ ഓഫ് ലവ്. അപ്പം എന്താണ് പോയറ്റിനെ സംബന്ധിച്ച് എന്താണ് എല്ലാ ബൗണ്ടറികളും എന്താണ് ആർ നിയർ ദ മെഷർ ഓഫ് ലവ്. അതായത് പ്രണയത്തിൻ്റെ മെഷറിന് അടുത്താണ് എല്ലാ ബൗണ്ടറികളും എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പാർട്ട് 3 പോയം ഓഫേഴ്സ് ആൻ ആപ്റ്റ് കൺക്ലൂഷൻ ടു ദ ആർഗ്യുമെന്റ്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെന്റിനുള്ള നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് എന്ത് ഈ ഒരു ലാസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത്. ഷീ ഈസ് ഓൾ സ്റ്റേറ്റ്സ്. അപ്പം എന്താണ് ആ ഒരു ബിലൗഡ് എന്ന് പറയുന്നത് എന്താണ് എല്ലാ സ്റ്റേറ്റ്സും ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ആൻഡ് ഓൾ പ്രിൻസസ് ആയി. അപ്പം എന്താണ് ബിലൗഡ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ്സും, പ്രിൻസ് എന്ന് പറഞ്ഞത് അതായത് പോയറ്റ് എന്ന് പറയുന്നത് പ്രിൻസ് അല്ലേ. ഓൾ പ്രിൻസസ് ആയി അതായത് എല്ലാ പ്രിൻസുകളും അദ്ദേഹം പോയറ്റിനെ തന്നെ ആയിട്ട് കൺസിഡർ ചെയ്യണം. പിന്നെ എല്ലാ സ്റ്റേറ്റുകളും അപ്പം എല്ലാ സ്റ്റേറ്റുകൾക്കും ഓരോരോ ഇതാണ്ടല്ലേ. Two lovers are contrasted with many kings controlling separate part of the earth. അപ്പോൾ എർത്തിലെ സെപ്പറേറ്റ് പാർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന പല രാജാക്കന്മാരെ ആയിട്ടാണ് ഈ രണ്ട് ലവേഴ്സിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓരോ സ്റ്റേറ്റുകളും ബിലൗഡ് ആയിട്ടും അതേപോലെ പ്രിൻസസ് അതായത് ലവർ എന്ന് പറഞ്ഞ ആ ഒരു പോയറ്റിനെ എല്ലാ പ്രിൻസസിനെയും പോയറ്റായിട്ടും കൺസിഡർ ചെയ്യാണ്. നത്തിങ് എൽസ് ഈസ് പ്രിൻസസ് ഡു ബട്ട് പ്ലേസ് ആസ് കമ്പയർഡ് ടു this all honors mimic, all wealth alchemy. Thou son art half as happy as we in the world's contracted thus. Thine age asks is and sings thy duties be to warm the world. That's done in warming us. Shine here to us and thou art everywhere. This bed thy center is. These walls ദൈ സ്ഫിയർ. അപ്പം എന്താണ് ഇതാണ് തേർഡ് പാർട്ട് അല്ലെങ്കിൽ സ്റ്റാൻസ് എന്ന് പറയുന്നത്. പോയം എന്താണ് ഈ ഒരു കൺക്ലൂഷന് ഇതിനുള്ളൊരു ഈ ഒരു നല്ലൊരു ആർഗ്യുമെന്റിനുള്ള ഒരു നല്ലൊരു കൺക്ലൂഷൻ ആയിട്ടാണ് ഈ പോയം പാർട്ട് 3 പറയുന്നത്. ദ ഹോൾ വേൾഡ് വാസ് ഡിക്ലയർഡ് ആസ് കോൺസെൻട്രേറ്റ്. അപ്പം എന്താണ് ഈ ഒരു എല്ലാ വേൾഡ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു വേൾഡ് ലോകത്തെ എന്താണ് വാസ് ഡിക്ലയർഡ് ആസ് കോൺസെൻട്രേറ്റ്. അപ്പോൾ എന്താണ് അദ്ദേഹം ആ ഒരു മൊത്തം ആ ഒരു വേൾഡിനെ തന്നെ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് ആസ് കോൺസെൻട്രേറ്റ്. അപ്പോൾ എല്ലാതും കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് അദ്ദേഹം വേൾഡിനെ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലേ. പോയറ്റ് ഡിക്ലയർസ് ഹിസ് ലവർ ഈസ് ലൈക്ക് ഓൾ കൺട്രീസ് ആൻഡ് ഹീ ഈസ് ലൈക്ക് ഓൾ ദ പ്രിൻസസ്. അപ്പം എന്താണ് ലവറിനെ പോയത്തിൽ പറഞ്ഞ പോലെ ലവറിനെ എന്താണ് എല്ലാ കൺട്രീസും അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുമായിട്ട് ഡിക്ലെയർ ചെയ്യണം. അതേപോലെ ആയിട്ടാണ് സാമ്യപ്പെടുത്താണല്ലേ പോയറ്റ് ലവറിനെ എല്ലാ കൺട്രീസുമായിട്ട് സാമ്യപ്പെടുത്താൻ അദ്ദേഹത്തെ തന്നെ ഹി ഈസ് ലൈക്ക് ഓൾ ദ പ്രിൻസ്. അപ്പം അദ്ദേഹം എല്ലാ പ്രിൻസിനുമായിട്ട് അദ്ദേഹത്തെ തന്നെ സ്വയം കൺസിഡർ ചെയ്യാണ്. നത്തിങ് ഈസ് മാറ്റർ ഔട്ട്സൈഡ് ദെയർ ലവ്. അപ്പം എന്താണ് അവരുടെ ആ ഒരു പ്രണയത്തിൽ വേറെ എല്ലാം എന്താണ് നത്തിങ് ഈസ് മാറ്റേഴ്സ് മറ്റുള്ളതൊന്നും ഔട്ട്സൈഡ് ദെയർ ലവ് അവരുടെ പ്രണയത്തിനും അപ്പുറത്ത് വേറെ ഉള്ളതൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലേ. ദ സൺ ഈസ് ഹാഫ് ആസ് ഹാപ്പി. എന്താണ് സണ്ണ് എന്ന് പറയുന്നത് ഹാഫ് ആസ് ഹാപ്പി അതായത് പകുതി ഹാപ്പി ആണെന്നാണ് പറയുന്നത്. ദ എൻറ്റയർ വേൾഡ്
contracted into their intimate space. എന്താണ് ആ ഒരു എൻറ്റയർ വേൾഡ് മൊത്തത്തിലുള്ള ആ ഒരു ലോകം എന്ന് പറയുന്നത് എന്താണ് കോൺട്രാക്റ്റഡ് ഇൻ ടു ദെയർ ഇൻറ്റിമേറ്റ് സ്പേസ്. അവരുടെ ആ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആ ഒരു സ്പേസിൽ എന്താണ് കോൺട്രാക്ട് ചെയ്തിരിക്കുകയാണ് എന്ത് ഈ ഒരു എൻറ്റയർ വേൾഡ്. ആ ഒരു ലവേഴ്സിൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സ്പേസിന് നമ്മുടെ എൻറ്റയർ വേൾഡ് എന്താണ് കോൺട്രാക്റ്റഡ് ആണെന്നാണ് പറയുന്നത് അല്ലേ. ദ സ്പീക്കർ ടെൽസ് ദ സൺ ഇറ്റ് ഈസ് ഡ്യൂട്ടി ടു വാം ദ വേൾഡ് ഈസ് ഫുൾഫിൽ ബൈ ഷൈനിങ് ഓൺ ദെയർ ബെഡ് വിച്ച് ഈസ് ദ സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് അല്ലേ. അപ്പം എന്താണ് സ്പീക്കർ അതായത് പോയറ്റ് എന്താണ് പറയുന്നത്, ടെൽസ് ദ സൺ, സണ്ണിനോട് പറയുകയാണ് അല്ലേ. ഇറ്റ്സ് ഡ്യൂട്ടി ടു വാം, അതായത് സണ്ണിൻ്റെ ഡ്യൂട്ടിയാണ് എന്ത്, ടു വാം ദ വേൾഡ് ഈസ് ഫുൾഫിൽഡ് ബൈ ഷൈനിങ് ഓൺ ദെയർ ബെഡ്. അവരുടെ ബെഡിൽ അവർ ആ ഒരു ഷൈനിങ്ങിൽ ഫുൾഫിൽ ചെയ്യണം. അപ്പം എന്താണ് അവർക്ക് വാംത്ത് ചൂട് നൽകുക എന്നുള്ളത് എന്താണ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് സൺ അല്ലേ. ആൻഡ് വിച്ച് ഈസ് ദ സെൻറ്റർ ഓഫ് യൂണിവേഴ്സ്. അപ്പം എന്താണ് ഈ ഒരു ആ ഒരു ബെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൺ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ദ സെൻറ്റർ ഓഫ് യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ഒക്കെ ഒരു സെൻറ്റർ ആണ് എന്ത്, സൺ അല്ലേ. പോയം കൺവേസ് ദ ഐഡിയ ഓഫ് ലവ് ട്രാൻസെൻഡൻസ് ടൈം പ്ലേസ് ആൻഡ് വേൾഡ്ലി കൺസേൺ. പോയം എന്താണ്, ഈ ഒരു പോയം അതായത് ദ സൺ റൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം എന്തിനാണ് കൺവേ ചെയ്യുന്നത്, ഐഡിയ ഓഫ് ലവ് ട്രാൻസെൻസ്, അതായത് ലവ് ട്രാൻസെൻഡ് ചെയ്യുന്നതിൻ്റെ ഐഡിയാസിനെ കൺവേ ചെയ്യുക. അപ്പം എന്തൊക്കെയാണ്, ടൈം പ്ലേസ് വേൾഡ്ലി കൺസേൺ, സമയവും സ്ഥലം പിന്നെ വേൾഡ്ലി ഉള്ള കൺസേൺസിനെയൊക്കെയാണ് എന്ത് അത് പോയം കൺവേ ചെയ്യുന്നത് അല്ലേ. കൺവേസ് ദ പവർ ഓർ ഡൈനാമിസം ഓഫ് ലവ്. ഈ ഒരു പോയത്തിൽ അതായത് സൺ റൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ എന്താണ് അദ്ദേഹം കൺവേ ചെയ്യുന്നത്, പവർ ഓർ ഡൈനാമിക്സ് ഓഫ് ലവ്. പ്രണയത്തിന്റെ പവറിനെയും അതിന്റെ ആ ഒരു ഡൈനാമിസത്തിനെയൊക്കെ എന്താണ് കൺവേ ചെയ്യണം അല്ലെ. പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് ലവ്. ഈ ഒരു പോയത്തിൽ എന്താണ് പോയറ്റ് പ്രണയത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെയാണ് ഡെപ്പിക്ട് ചെയ്യുന്നത് അല്ലെ. ദ പോയം ഹാസ് ലെവിറ്റി ആൻഡ് സെമി സീരിയസ് ഇൻ ടോൺ. അപ്പൊ എന്താണ് പോയം എന്ന് പറഞ്ഞത് ലെവിറ്റി ആണ്, അതായത് വളരെ ലഘുവായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്താണ് പിന്നെ അതേപോലെ എന്താണ് അതിന്റെ ടോൺ എങ്ങനെയാണ്, സെമി സീരിയസ് ആണ് അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞു മേക്ക് സീരിയസും നോൺ സീരിയസും ആണെന്ന് പറഞ്ഞു. അതേപോലെ എന്താണ് അപ്പൊ എന്താണ് സെമി സീരിയസ്, നല്ല സീരിയസും അല്ല എന്നാൽ സീരിയസും ആണെന്നുള്ള രീതി. അപ്പൊ എന്താണ് പകുതി സീരിയസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പോയം അദ്ദേഹം എഴുതിയിട്ടുള്ളത് അല്ലേ. ഇത്രയാണ് ദ സൺ റൈസിംഗ് എന്നുള്ള പോയത്തിൽ പറഞ്ഞ 3 പോർഷൻസ് ആണ്, അതായത് 3 സ്റ്റാൻസാസ് ആണ്. ഓരോ സ്റ്റാൻസും ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. മെയിനായിട്ട് ലവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു പോയത്തിലുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോളി സോണറ്റ്സ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഹോളി സോണറ്റുകളാണ് കേട്ടോ. ഹോളി സോണറ്റ്, ഹോളി സോണറ്റ്. ഹോളി സോണറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അറിയാം നമുക്ക്, ഹോളി എന്ന് പറയുമ്പോൾ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഹോളി സോണറ്റുകളിൽ ഉണ്ടാവുക അല്ലേ. റിലീജിയസ് കൺസേൺ ഓഫ് ദ ഏജ്, ആ ഒരു കാലഘട്ടത്തിലെ റിലീജിയസ് ആയിട്ടുള്ള കൺസേണുകളാണ് എന്ത് ഹോളി സോണറ്റുകളിൽ. ഹോളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരിശുദ്ധമായ അങ്ങനത്തെ ഒരു രീതിയിലുള്ള അർത്ഥമാണ്. അപ്പം എന്താണ് റിലീജിയസ് കൺസേൺ ഓഫ് ദ ഏജ്, ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഏജിൽ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള കൺസേണുകളാണ് എന്ത് ഹോളി സോണറ്റുകളിൽ ഉണ്ടായിരുന്നത് അല്ലേ. റിലീജിയസ് തീംസ്, അപ്പം എന്താണ് റിലീജിയസ് തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, മൊറാലിറ്റി, ഡിവൈൻ ജഡ്ജ്മെന്റ്, ഡിവൈൻ ലവ്, സ്പിരിച്വൽ ആംഗ്വിഷ് ആൻഡ് റിപ്പൻഡൻസ്. അപ്പം എന്താണ് ഇത്രയും കാര്യങ്ങളാണ് റിലീജിയസ് തീമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം മൊറാലിറ്റി ധാർമ്മികത്വം, ഡിവൈൻ എന്ന് പറഞ്ഞാൽ ദൈവികത്വമായിട്ടുള്ള ജഡ്ജ്മെന്റ്, ഡിവൈൻ ലവ്, സ്പിരിച്വൽ ആംഗ്വിഷ്, റിപ്പൻഡൻസ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് റിലീജിയസ് തീമുകളായിട്ട് ഹോളി സോണറ്റുകളിലുള്ളത് അല്ലേ. ഡൺ എന്ന് പറഞ്ഞത് എന്താണ്, ഹി വാസ് എ പോയറ്റ് ആസ് വെൽ എ തിങ്കർ ആൻഡ് വിഷണറി. ഡൺ എന്ന് പറഞ്ഞത് എന്താണ്, പോയറ്റ് ആസ് വെൽ ആസ് തിങ്കർ, അദ്ദേഹം പോയറ്റുമാണ് അതേപോലെ എന്താണ് ആസ് വെൽ ആസ് തിങ്കർ ആൻഡ് വിഷണറിയും തിങ്കറും ആണ് അദ്ദേഹം അല്ലെ. ഡൺ എന്ന് പറഞ്ഞത്. ഹി ജോയിൻഡ് ചർച്ച്, അതായത് ഹോളി സോണറ്റുകൾ അദ്ദേഹം ചർച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മേജർ കൺസേൺസ് എന്ന് പറഞ്ഞത് എന്താണ്, ഡെത്ത് ആണല്ലേ, മരണം എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ഡിവൈൻ ആയിട്ടുള്ള കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഡെത്ത് എന്ന് പറഞ്ഞത് ഹിസ് മേജർ കൺസേൺ, അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കൺസേൺ ആണ് ഡെത്ത്. അത് ആ ഒരു ഡെത്ത് അദ്ദേഹത്തിന്റെ പോയത്തിൽ കൂടുതലായിട്ട് വരാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള ഒരു മരണങ്ങളാണ്, അതിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഡെത്ത് അദ്ദേഹത്തിന്റെ പോയത്തിൽ മെയിൻ ആയിട്ടുള്ള കൺസേൺ ആയിട്ട് വന്നിട്ടുള്ളത്. ആസ്പെക്ട് ഓഫ് സ്പിരിറ്റ് ആൻഡ് സ്പിരിച്വാലിറ്റി, എന്താണ്
അത് ഹോളി സോണറ്റിൽ കാണുന്നത് എന്താണ്? സ്പിരിറ്റിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയും ആസ്പെക്റ്റുകളും നമുക്ക് ഹോളി സോണറ്റുകളിൽ എന്താണ് കാണാൻ സാധിക്കും അല്ലേ? സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷൻ വെൻ ഗോഡ്, ഫെയ്ത്ത് ആൻഡ് മൊറാലിറ്റി വേർ അണ്ടർ സ്ട്രെസ്. അപ്പം എന്താണ്? സൈക്കോളജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻസ് നമുക്കിതിൽ കാണാൻ കഴിയും അല്ലേ ഹോളി സോണറ്റുകളിൽ. വെൻ ഗോഡ് അല്ലെങ്കിൽ ഫെയ്ത്ത്, മൊറാലിറ്റി ഇതൊക്കെ എന്താണ്? വേർ അണ്ടർ സ്ട്രെസ്. അത് അവർ ഈ ഒരു ഗോഡും ഫെയ്ത്തും മൊറാലിറ്റി ഒക്കെ എന്താ അണ്ടർ സ്ട്രെസ്സിൽ വരണം. അപ്പം എന്താണ്? സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷൻ നമുക്ക് ഹോളി സോണറ്റുകളിൽ കാണാൻ സാധിക്കും അല്ലേ? ഡൺ ഇൻട്രസ്റ്റഡ് ഇൻ മാറ്റേഴ്സ് ദാറ്റ് ടച്ച് ഹിസ് സോൾ. എന്താണ് ഡൺ? എന്താണ് ഡൺ? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സോളിനെ, അദ്ദേഹത്തിന്റെ ആത്മാവിനെ ടച്ച് ചെയ്തിട്ടുള്ള, സ്പർശിച്ചിട്ടുള്ള മാറ്റേഴ്സിലാണ് അദ്ദേഹം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് അദ്ദേഹം പോയംസുകളിലൂടെ എഴുതുന്നത് അല്ലേ? ഹി ഈസ് എ പോയറ്റ് ഓഫ് ലവ് ആൻഡ് റിലീജിയസ് സെന്റിമെന്റ്സ്. അദ്ദേഹം എന്താണ്? ഒരു പോയറ്റ് ഓഫ് ലവുമാണ്, പിന്നെന്താണ്? റിലീജിയസ് സെന്റിമെന്റിലുള്ള ഒരാളാണ് ആര്? ഡൺ അല്ലേ? ഹോളിനെസ് ആൻഡ് ലവ് ഈസ് അബ്സ്ട്രാക്ട് ടേം. ഹോളിനെസ്സും ലവുമാണ് അദ്ദേഹത്തിന്റെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത്. ലിവ് എൻഗേജ്മെന്റ് വിത്ത് സെൽഫ് ആൻഡ് ഗോഡ് ബിക്കം ദ ഹോൾമാർക്ക് ഓഫ് ഡൺ. ഡണ്ണിന്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലിവ് എൻഗേജ്മെന്റ് വിത്ത് സെൽഫും ഗോഡുമായിട്ടുള്ള ആ ഒരു എൻഗേജ്മെന്റ്, ലൈവ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആണ് എന്താ അദ്ദേഹത്തിന്റെ ഹോൾമാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഇറ്റ് ഈസ് ഡീപ്ലി പേഴ്സണൽ. എന്താണ്? അദ്ദേഹത്തിന്റെ പോയംസ് അല്ലെങ്കിൽ ഹോളി സൊണറ്റുകളൊക്കെ എന്താണ്? ഡീപ്ലി പേഴ്സണൽ ആയിട്ടുള്ളതാണ്. പിന്നെ എന്താണ്? പവർഫുൾ സീരീസ് ഓഫ് റിലീജിയസ് പോയം. റിലീജിയസ് പോയത്തിന്റെ എന്താണ്? പവർഫുൾ ആയിട്ടുള്ള സീരീസുകളാണ് എന്ത്? ഹോളി സോണറ്റ് എന്ന് പറയുന്നത്. എക്സ്പ്രസിങ് ഹിസ് ഫെയ്ത്ത് ആൻഡ് സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് ഇൻ 17th century. 17th centuryയിലുള്ള അദ്ദേഹത്തിന്റെ ഫെയ്ത്തും സ്പിരിച്വൽ കോൺഫ്ലിക്റ്റുകളുമാണ് എന്ത്? അദ്ദേഹം ഹോളി സോണറ്റുകളിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിരുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഹോളി സോണറ്റ് എന്നുള്ള കാര്യത്തിൽ പറയാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയം എന്ന് പറയുന്നത് ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോണറ്റാണ് കേട്ടോ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോൺ ഡണ്ണിൻ്റെ ഒരു ഹോളി സോണറ്റാണ് കേട്ടോ അത്. ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം. ഇതിലെന്താണ്? പോയറ്റ് ഡയറക്ട്ലി അഡ്രസ്സിങ് ദ ഡെത്ത്. ഈ പോയത്തിൽ ഡെത്ത് ബി നോട്ട് പ്രൗഡ്, അതായത് ഡെത്ത് എന്ന് പറയുന്നത് പ്രൗഡ് ആവാനുള്ളതല്ല എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്ക് ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ എന്ത്? പോയറ്റ് എന്താണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അപ്പം എന്തിനെ പറ്റിയാണ്? ഡെത്തിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ? ടോക്സ് ഇൻ ഫസ്റ്റ് പേഴ്സൺ. അപ്പം എന്താണ്? ഫസ്റ്റ് പേഴ്സൻ്റെ ഇതിലാണ് അദ്ദേഹം ആ ഒരു പോയം എഴുതിയിട്ടുള്ളത് അല്ലേ? ദിസ് സോണറ്റ് ഫിറ്റ്സ് അതർ സോണറ്റ്സ് ഓഫ് ദാറ്റ് ഏജ്. ആ ഒരു കാലഘട്ടത്തിലെ സൊണറ്റുകളുമായിട്ട് നന്നായിട്ട് യോജിക്കുന്ന തരത്തിലാണ് ജോൺ ഡണ്ണ് ഈ ഒരു ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള സോണറ്റ് എഴുതിയിട്ടുള്ളത് അല്ലേ? ഡെത്ത് ആൻഡ് ലവ് അത് തീംസ് ഇൻ 16th and 17th century. അപ്പം എന്താണ്? മെയിനായിട്ട് 16th ലെയും 17th centuryയിലെ മെയിനായിട്ടുള്ള തീം എന്ന് പറയുന്നത് എന്താണ്? ഡെത്തും അതേപോലെ ലവ്, പ്രണയവും, പ്രണയമാണ് മെയിനായിട്ടുള്ള തീമുകളും. ഡയലോഗ് ഹെൽഡ് ബിറ്റ്വീൻ പോയറ്റ് പേഴ്സോണ ആൻഡ് ഡെത്ത്. എന്താ ഈ ഒരു പോയത്തിൽ എങ്ങനെയാണ്? പോയറ്റും അതേപോലെ ഡെത്തും തമ്മിലുള്ള ആ ഒരു അവരുടെ ഇടയിലുള്ള നടക്കുന്ന സംഭാഷണങ്ങളാണ് ഈ ഒരു പോയത്തിൽ ജോൺ ഡണ്ണ് കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത് അല്ലേ? പോയറ്റ് ഡസ് നോട്ട് സ്പീക്ക് ഓഫ് ദ പവർ ഓഫ് ഡെത്ത് ഓർ ഇറ്റ്സ് ഇന്നെവിറ്റബിലിറ്റി. എന്താണ്? പോയറ്റ് എന്താണ്? ആ ഡെത്തിൻ്റെ ആ ഒരു പവറിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇന്നെവിറ്റബിലിറ്റിയെ പറ്റിയോ ഒക്കെ എന്താണ് ജോൺ ഡണ്ണ് അതിനെ കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല അല്ലെങ്കിൽ പറയുന്നില്ല അല്ലേ? പോയറ്റ് ഡസ് നോട്ട് സ്പീക്ക് ഓഫ് ദ പവർ ഓഫ് ഡെത്ത്. ഡെത്തിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഡെത്തിൻ്റെ ഇന്നെവിറ്റബിലിറ്റിയെ പറ്റിയൊന്നും പറയുന്നില്ല അല്ലേ? he argues that death should not be proud. എന്താണ് അദ്ദേഹം പറയുന്നത്? എന്താണ് അദ്ദേഹം ആർഗ്യൂ ചെയ്യാണ് അല്ലേ? എന്ത്? ഡെത്ത് എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് എന്താ? ഷുഡ് നോട്ട് ബി പ്രൗഡ്. എന്താണ്? അത് പ്രൗഡ് ചെയ്യാനുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത് അല്ലേ അദ്ദേഹം. പോയം personifies death as a powerless slave to fate, chance, king and desperate mind അല്ലേ? അപ്പം എന്താണ്? Desperate mind. The poem personifies death as a powerless slave. എന്താണ്? ഒരു പവർലെസ് ആയിട്ടുള്ള, അതായത് പവറുകളൊന്നും ഇല്ലാത്ത ഒരു സ്ലേവ് ആയിട്ടാണ് ആ സ്ലേവിനോട് കമ്പയർ ചെയ്യാൻ ആര്
പോയറ്റ് അല്ലേ. പേഴ്സോണിഫൈ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ ഹ്യൂമൻ ക്യാരക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പോയം എന്താണ് ഡെത്ത് എന്ന് പറയുന്ന ഒരു സത്യത്തെ എന്താണ് നമ്മളുടെ ഹ്യൂമനുമായിട്ട് കമ്പയർ ചെയ്യണം അല്ലേ. പവർലെസ് ആയിട്ടൊരു സ്ലേവ് ആയിട്ടാണ് പേഴ്സോണിഫൈ ചെയ്യുന്നത്. അതായിട്ടാണ് എന്തിനാ ഡെത്തിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സ്ലേവ് ടു ഫെയ്റ്റ് എന്താണ് ആ ഒരു ഫെയ്റ്റ്, ചാൻസ്, കിങ്സ്, ഡെസ്പറേറ്റ് മൈൻഡ് ഇതിനൊക്കെയുള്ള ഒരു പവർലെസ് ആയിട്ടുള്ള ഒരു സ്ലേവ് ആയിട്ടാണ് അദ്ദേഹം മരണത്തെ കണക്കാക്കുന്നത് അല്ലേ. ഇറ്റ് അസോസിയേറ്റ് വിത്ത് പോയിസൺ, വാർ ആൻഡ് സിക്നസ്. അപ്പം എന്താണ് ഡെത്ത് എന്ന് പറഞ്ഞത് എന്താണ്, അത് അസോസിയേറ്റ് ചെയ്യുന്നത് എന്തിലേക്കാണ്, പോയിസൺ, വാർ, സിക്നസ് അതായത് വിഷം, യുദ്ധം, സിക്നസ് അസുഖം. അപ്പോൾ എന്താണ് ഡെത്ത് എന്ന് പറഞ്ഞത് അസോസിയേറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്, പോയിസൺ, വാർ ആൻഡ് സിക്നസ് അല്ലേ. ഡെത്ത് ഈസ് കമ്പയർഡ് ടു സ്ലീപ്പ്. എന്താണ് ഡെത്തിനെ ആദ്യം എന്താണ് കമ്പയർ ചെയ്തത്, പവർലെസ് ആയിട്ടുള്ള സ്ലേവ് ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡെത്തിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണ്, സ്ലീപ്പ് ആയിട്ട് അല്ലേ. നമ്മൾ ഉറങ്ങുക അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുക എന്നുള്ള രീതിയിലേക്കാണ് മരണത്തെ പിന്നെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് അല്ലേ. സ്ലീപ്പ് ഈസ് മോർ പ്ലസന്റ് ആൻഡ് ലെസ് ഫിയർസം ദാൻ ഡെത്ത് സ്ട്രോക്ക്. എന്താണ് സ്ലീപ്പ് എന്ന് പറഞ്ഞത് എന്താണ്, അതായത് ഉറക്കം എന്ന് പറയുന്നത് എന്താണ്, ഈസ് മോർ പ്ലസന്റ് അല്ലേ. നമുക്ക് എല്ലാവർക്കും കുറച്ച് സമാധാനം പ്ലസൻ്റ് ഒക്കെ തരുന്ന ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഉറങ്ങുമ്പോൾ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നിന്ന് പോകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലഷർ നമ്മൾക്ക് കിട്ടുന്നത് എന്തിലൂടെയാണ്, സ്ലീപ്പിലൂടെ അല്ലേ. പിന്നെ എന്താണ് ലെസ് ഫിയർസം അല്ലേ. അതെന്താണ് സ്ലീപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ ഫിയർസം ദാൻ ഡെത്തിൻ്റെ മരണത്തിൻ്റെ ആ ഒരു സ്ട്രോക്കിനേക്കാൾ എന്താണ് വളരെ കുറവാണ് എന്ത്, ഫിയർ അല്ലേ. ആ ഒരു സ്ലീപ്പ് എന്ന് പറയുന്നത് പ്ലസൻറ്റുമാണ്. പിന്നെന്താണ് ലെസ് ഫിയർസം ദാൻ ഡെത്തിനേക്കാൾ മരണത്തേക്കാൾ വളരെ പ്ലസൻറ്റുമാണ്. അതേപോലെ പേടി കുറഞ്ഞതുമാണ് എന്ത്, ഉറക്കം അല്ലെങ്കിൽ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇൻ എൻഡ് പോയം അസേർട്സ് ദാറ്റ് ആഫ്റ്റർ ദിസ് ഷോർട്ട് സ്ലീപ്പ് പീപ്പിൾ വെയ്ക്ക് ടു എറ്റേണൽ ലൈഫ്. ഡെത്ത് ഇറ്റ് സെൽഫ് വിൽ അൾട്ടിമേറ്റ്ലി ഡൈ, ലോസിങ് ഓൾ പവർ. എന്താണ് പോയത്തിൻ്റെ അവസാനമായപ്പോൾ എന്താണ്, അവസാന ഭാഗത്തിലേക്ക് എന്താണ് പോയറ്റ് പറയണത്, വൺ ഷോർട്ട് സ്ലീപ്പ് പാസ്റ്റ് വി വേക്ക് എറ്റേണലി ആൻഡ് ഡെത്ത് ഷാൾ ബി നോ മോർ, ഡെത്ത് ദൗ ഷാൾട്ട് ഡൈ. അപ്പം എന്താണ് ഇൻ ദ എൻഡ് പോയം അസേർട്ട് ദാറ്റ് ആഫ്റ്റർ ദിസ് ഷോർട്ട് സ്ലീപ്പ്, ആ ഒരു അവസാന ഭാഗത്തേക്ക് പോയറ്റ് പറയണത് എന്താണ്, നമ്മുടെ ആ ഒരു ഷോർട്ട് സ്ലീപ്പ്, ആ ഒരു ചെറിയ ഒരു ഉറക്കം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഉറക്കത്തിൽ നിന്ന് പീപ്പിൾ വിൽ വേക്ക് ടു എറ്റേണൽ ലൈഫ്. ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്മാരെന്താണ് ആ ഒരു എറ്റേണൽ ലൈഫിലേക്ക്, ആ ഒരു ചെറിയ ഉറക്കം, മരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ ഉറക്കത്തിൽ നിന്ന് മനുഷ്യന്മാരെന്താണ് ഒരു എറ്റേണൽ ലൈഫിൽ, അതായത് അന്ത്യമില്ലാത്ത അനശ്വരമായ ഒരു ലൈഫിലേക്ക് അവർ എഴുന്നേൽക്കുകയാണെന്നാണ് പോയറ്റ് പറയുന്നത്. ഡെത്ത് ഇറ്റ് സെൽഫ് വിൽ അൾട്ടിമേറ്റ്ലി ഡൈ. എന്താണ് മരണം എന്ന് പറയുന്നത് എന്താണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഇല്ലായ്മയാണ് അല്ലേ. ലോസിങ് ഓൾ പവർ. എന്താണ് എല്ലാ പവറിനെയും മരണം എന്താണ്, മരണത്തിലൂടെ എല്ലാ പവറും ഇല്ലാതാകും അല്ലേ. അപ്പോൾ ഡെത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് ജോൺ ഡണ്ണ് ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ അല്ലെ, പോയത്തിൽ എന്ന് പറയാൻ പറ്റില്ല, സൊണറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. ഡെത്ത് ഈസ് നോട്ട് ടു ഫിയർ. അപ്പം എന്താണ് അദ്ദേഹം പറയുന്നത്, ഡെത്ത് എന്ന് പറയുന്നത് ഫിയർ ആവാൻ, പേടിക്കാനുള്ള കാര്യവുമല്ല, പിന്നെന്താണ് പ്രൗഡ് ആകാനുള്ള കാര്യവുമല്ല എന്നാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഈസ് എ പാസേജ് ടു എറ്റേണൽ ലൈഫ്. ഡെത്ത്സ് പ്രൈഡ് ആൻഡ് പവർ ആർ ഇല്യൂഷൻസ്. എന്താണ് ഇറ്റ് ഈസ് എ പാസേജ് ടു എറ്റേണൽ ലൈഫ്. അതെന്താണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്, അതായത് ഡെത്തിനെ പറ്റിയുള്ള ഒരു പോയം എന്ന് പറയുന്നത് എന്താണ്, എറ്റേണൽ ലൈഫിലേക്കുള്ള ഒരു പാസേജ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. ഡെത്തിൻ്റെ പ്രൈഡും അതേപോലെ പവറും ഒക്കെ പറയുന്നത് എന്താണ്, ഇല്യൂഷൻ ആണ് എന്നാണ്. അപ്പോൾ എന്താണ് അതൊരു നമുക്കൊരു ഇല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഉള്ളതിനെ ഇല്ലാത്ത രീതിയിൽ അല്ല, ഇല്ലാത്ത രീതിയിൽ കാണുന്നതിനെയാണ് ഇല്യൂഷൻ എന്ന് പറയാൻ അല്ലേ. അപ്പം എന്താണ് ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്, ഡെത്തിൽ പവറും പ്രൈഡും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നവരിൽ എന്താണ് അത് ശരിക്കും എന്താണ് ഡെത്തിൻ്റെ പ്രൈഡും പവറും എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇല്യൂഷൻ ആണ് എന്നാണ് നമുക്ക് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇല്ലായ്മകളാണ് ഇല്യൂഷൻ അല്ലേ. അപ്പം എന്താണ് ഡെത്തിൻ്റെ പ്രൈഡ് എന്ന് പറയുന്നത്, പ്രൈഡും പവറും ആർ ഇല്യൂഷൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡൺ
stripes death of its power as an independent agency. അപ്പോൾ എന്താണ് ഡൺ എങ്ങനെയാണ് ഡെത്തിനെ പറയുന്നത്? ഇറ്റ്സ് പവർ ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഏജൻസി. അപ്പം ഡെത്തിൻ്റെ പവർ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു, അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഒരു ഏജൻസിയുടെ പവർ ആയിട്ടാണ് ഡെത്തിനെ ഡണ്ണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. പോയറ്റ് സ്പീക്സ് ഓഫ് ദ കറേജ് ഓഫ് ദ പോയറ്റ്. എന്താണ് പോയറ്റ് എന്താണ് പറയുന്നത്? എന്തിനെ പറ്റിയാണ് പറയുന്നത്? അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആൻഡ് ഹിസ് മൈൻഡ് ഹാസ് മാനിപ്പുലേറ്റഡ് വിത്ത് നേച്ചുറൽ ഫിയേഴ്സ് ഓഫ് ഡെത്ത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കറേജ്, അതായത് കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയറ്റ് പറയുന്നത് പോയറ്റിൻ്റെ തന്നെ കറേജിനെ പറ്റി, അതായത് ധൈര്യത്തെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് ഹിസ് മൈൻഡ്, അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഹാസ് മാനിപ്പുലേറ്റഡ് വിത്ത് നാച്ചുറൽ ഫിയേഴ്സ് ഓഫ് ഡെത്ത്. ഡെത്തിനെ പറ്റിയില്ല, മരണത്തെ പറ്റിയില്ല, നാച്ചുറൽ ആയിട്ടുള്ള ഫിയേഴ്സിനെ, അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ള മാനിപ്പുലേഷനെ ഒക്കെ പറ്റിയാണ് എന്താണ് പോയറ്റ് ഈ ഒരു ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള സോണറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പോയറ്റ്സ് വിഷ്വലൈസേഷൻ ഓഫ് എറ്റേണൽ ലൈഫ്. ഈ ഒരു പോയം, അതായത് ഡെത്ത് ബി നോട്ട് പറഞ്ഞിട്ടുള്ള നോട്ട് പ്രൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോണറ്റ് എന്താണ്? ഇറ്റ് ഈസ് ജോൺ ഡണ്ണിൻ്റെ ഒരു എറ്റേണൽ ലൈഫിനെ പറ്റിയുള്ള ഒരു വിഷ്വലൈസേഷൻ ആണല്ലേ, അതായത് ആ ഒരു വ്യൂ ആണല്ലേ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കാഴ്ചപ്പാടാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യൂ ആണ്, എറ്റേണൽ ലൈഫിനെ പറ്റിയുള്ള വ്യൂ ആണ് ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോണറ്റ്. ഫോർ ഡൺ എറ്റേണിറ്റി ഈസ് എ കോമൺ പൂൾ ഓഫ് ലൈഫ്. അപ്പം എന്താണ് ഡണ്ണിനെ സംബന്ധിച്ച് എന്താണ്, അതായത് ജോൺ ഡണ്ണിനെ സംബന്ധിച്ച് എന്താണ് എറ്റേണിറ്റി എന്ന് പറഞ്ഞത് എന്താണ്? ഈസ് എ കോമൺ പൂൾ ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ കോമൺ പൂൾ ആയിട്ടാണ് എറ്റേണിറ്റിനെ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇറ്റ് എൻറിച്ച്ഡ് വിത്ത് ടൈം. എന്താണ് അത് എൻറിച്ച് ചെയ്യുന്നത്? എന്തിലൂടെയാണ്? സമയത്തിൻ്റെ ആ ഒരു കാര്യത്തിലൂടെയാണ് എന്ത് ഈ ഒരു ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ എറ്റേണിറ്റി എന്ന് പറഞ്ഞുള്ള കാര്യം എൻറിച്ച് ചെയ്തിട്ടുള്ളത്. എ വിഷ് ഫോർ ഡെത്ത് വാസ് എ പെർമനൻറ്റ് ഇൻ ഡൺസ് സൈക്കിക് ലൈഫ്. എന്താണ് ഡെത്ത്? ഞാൻ പറഞ്ഞു ഡെത്ത് എന്ന് പറയുന്നത് ജോൺ ഡണ്ണിൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്താണ് അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങൾ ഈ ഒരു ഡെത്ത് കാരണം ഉണ്ടായിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സ് കുറേ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മോസ്റ്റ് ഓഫ് ദ പോയംസിലും അദ്ദേഹത്തിൽ എന്താണ് ഡെത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ എന്താണ് ഡെത്ത് എന്ന് പറയുന്നത്? എന്താണ് വിഷ് ഫോർ ഡെത്ത് വാസ് എ പെർമനൻറ്റ് ഇൻ ഡൺസ് സൈക്കിക് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ഡണ്ണിൻ്റെ സൈക്കിക് ലൈഫിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് എന്ത് ഡെത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അല്ലേ. സെൽഫ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വലി പ്രസൻറ്റഡ് ഇൻ ഡൺസ് പോയട്രി. ഒരു സെൽഫ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡണ്ണിൻ്റെ പോയംസിൽ കാണാൻ കഴിയും അല്ലേ. അപ്പം എന്താണ് സെൽഫ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ? സെൽഫ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വലി പ്രസൻറ്റ് ഇൻ ഡൺസ് പോയട്രി. അപ്പം എന്താണ് ഡണ്ണിൻ്റെ പോയട്രികളിലൊക്കെ ഈക്വൽ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? സെൽഫ് പ്രിസർവേഷൻ. ഡൺസ് കൺസെപ്റ്റ് ഓഫ് ഡെത്ത് ആൻഡ് എറ്റേണിറ്റി ഇൻ ഹിസ് സോണറ്റ് റിസീവ്ഡ് ഫ്രം ഹിം എ കോൺക്രീറ്റ് റിലീജിയസ് റെൻഡറിങ്. ഡണ്ണിൻ്റെ കൺസെപ്റ്റ് ഓഫ് ഡെത്ത്, അതായത് ഡെത്തിനെ പറ്റിയും എറ്റേണിറ്റിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജോൺ ഡണ്ണിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റിസീവ്ഡ് ഫ്രം ഹിം എ കോൺക്രീറ്റ് റിലീജിയസ് റെൻഡിങ്. അപ്പോൾ എന്താണ് ആ ഒരു കൺസെപ്റ്റ് ഡെത്തിനെയും എറ്റേണിറ്റിനെയും പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സോണറ്റുകൾക്ക് എന്താണ് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു റിലീജിയസ് റെൻഡറിങ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടല്ലേ. ആ ഒരു അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഓഫ് ഡെത്ത് ആൻഡ് എറ്റേണിറ്റി എന്ന് പറഞ്ഞത്. പോയത്തിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ പോയം എന്ന് പറഞ്ഞത്, അതായത് ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറയുന്നത് ഹോളി സോണറ്റാണ്. ഇത് 14 ലൈൻസുള്ള സോണറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഡെത്താണ് മെയിൻ ആയിട്ടുള്ള ഇതിലുള്ള കാര്യം. ഡെത്ത് എന്ന് പറയുന്നത് നമുക്ക് പ്രൗഡ് ആക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് ഫിയർസം എന്നാണ് പറഞ്ഞത് അല്ലേ. പേടിക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം. ഇതിൽ കുറേ നെഗറ്റീവായിട്ടുള്ള വേർഡ്സുകളുണ്ട്, നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതൊക്കെ എന്താണ്? നോട്ട് പ്രൗഡ്, നോട്ട് സോ, അതൊക്കെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണല്ലേ. ഡെത്തിനെ സംബന്ധിച്ചതൊക്കെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഹോളി സോണറ്റ് സീരീസ്. ഹോളി സോണറ്റ് സീരീസുകളിലെ ഒരു പാർട്ടാണ്. ഹോളി സോണറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ 19 ഡിവോഷണൽ പോയംസ് അടങ്ങിയിട്ടുള്ള ഒരു പോയമാണ് ഹോളി സോണറ്റ്. അപ്പോൾ ഈ ഹോളി സോണറ്റ് സീരീസിലെ ഒരു പാർട്ട് ഓഫ് ഒരു പോയം അല്ലെങ്കിൽ ഒരു സോണറ്റാണ് ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോണറ്റ് കേട്ടോ.
നോട്ട്സൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. പോയത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അതിലുള്ളത്. സമ്മറി പോലുള്ള കാര്യങ്ങളുണ്ട്, അതിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് നമ്മളുടേത് കംപ്ലീറ്റ് ആയിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ലൈവ് ക്ലാസ് വെക്കുമ്പോൾ നമുക്കതിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ക്ലാസ് കാണുമ്പോൾ കേട്ടോ.